ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ ഇതൊരു ഇമ്യൂണോളജിക്കൽ ടെക്നിക്കാണ്. ഇൻ ഷോർട്ട് നമ്മൾ IP എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഈ ടോപ്പിക്ക് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് പ്രൊസീജിയർ ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. Immunoprecipitation IP is the technique of precipitating a protein antigen out of solution using an antibody that specifically binds to the particular protein, and it provides a sensitive assay for the presence of a particular antigen in a cell or tissue. Immunoprecipitation ഒരു ഇമ്യൂണോളജിക്കൽ ടെക്നിക്കാണ്. ഇപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് പ്രോട്ടീൻസ്, ആൻറ്റിജൻസ്, വാട്ടർ അത് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൻറ്റിജനെ മാത്രം നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. So generally ഇത് യൂസ് ചെയ്യുന്നത് ഐസൊലേറ്റ് എ പെർട്ടിക്കുലർ പ്രോട്ടീൻ ഫ്രം തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ പ്രോട്ടീൻ ഐസൊലേഷൻ ഫ്രം കോംപ്ലെക്സ് സാമ്പിൾസ് സച്ച് എസ് സെൽ ലൈസേറ്റ്, സെറം, ടിഷ്യൂസ്, ഹോമോജനേറ്റ്സ്. സെൽ ലൈസേറ്റ്സ്, സെറം, ടിഷ്യൂ, ഹോമോജനേറ്റ്സ് ഇതുപോലുള്ള കോംപ്ലെക്സ് സാമ്പിളിൽ നിന്ന് പ്രോട്ടീൻ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. To pull the entire protein complex and to purify and enrich the protein of interest from a complex mixture. And also immunoprecipitation proteomic സ്റ്റഡീസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇൻ വിവോ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ടേക്കിംഗ് ദ ഫ്ലൂയിഡ്സ് ഓഫ് ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ് ആൻഡ് ചെക്ക് ദ ആൻറ്റിജൻസ് ഓവർ ദെയർ. സോ അത്രയുമാണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷനെ പറ്റി പറയാനുള്ളത്. സോ ലെറ്റ് ചെക്ക് ദ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ. The principle behind immunoprecipitation ഇത്രയേ ഉള്ളൂ. Whenever an antigen that comes into the body, there takes place an antigen-antibody binding reaction, which is very very specific because നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി ആ ആൻറ്റിജനെ സ്പെസിഫിക് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ ദിസ് conjugated to a sedimentable mixture, അതാണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മിക്സ്ചർ എടുത്തു, അതിൽ ആൻറ്റിബോഡി സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള നമുക്ക് ഏതാണോ പ്രോട്ടീൻ, ഏത് ആൻറ്റിജനെയാണോ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കേണ്ടത്, ആ ആൻറ്റിജനെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ഡിസൈൻ ചെയ്ത് ആ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് അലോങ് വിത്ത് പ്രസിപ്പിറ്റൻറ്റ് ഏജൻറ്റ്സ് അഗാരോസ്റ്റർ, ബിക്കോസ് പ്രസിപ്പിറ്റേഷൻ സംഭവിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രസിപ്പിറ്റൻസ് നമുക്ക് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ബേസിക്കലി അഗാരോസ് അതുപോലുള്ള ബീഡ്സ് ആണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് ദി ത്രീ ഗെറ്റ് ബൗണ്ടഡ് ടുഗെദർ ആൻഡ് after washing the specific antigen in our interest will be produced. അത്രയുമാണ് the cardinal principle behind immunoprecipitation. ഇനി ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ there are actually 8 steps. 8 സ്റ്റെപ്പുകളാണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ ചെയ്യാനായിട്ട് ആ ടെക്നിക്കിൽ വരുന്നത്. ദാറ്റ് ഇസ് സാമ്പിൾ പ്രിപ്പറേഷൻ, യൂസ് ഓഫ് ആൻ ഐസൊലേറ്റ് കൺട്രോൾ, പ്രീ ക്ലീനിങ് ഓഫ് സാമ്പിൾ, ഇൻക്യുബേഷൻ, അതായത് ആൻറ്റിബോഡിയുടെ ഇൻക്യുബേഷൻ, ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഓഫ് പ്രോട്ടീൻസ് ഓർ പ്രോട്ടീൻ കോംപ്ലെക്സ്, അത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ പോലെ ഇരിക്കും, ആൻഡ് വാഷിംഗ്, എല്യൂഷൻ ആൻഡ് അനാലിസിസ്. ഇത്രയും സ്റ്റെപ്സാണ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷനിൽ വരുന്നത്. സോ നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, സാമ്പിൾ പ്രിപ്പറേഷൻ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ, അത് ഇറ്റ് ക്യാൻ ബി എനി ഓഫ് ബയോളജിക്കൽ ഒറിജിൻ. പ്രോട്ടീൻസ് ആയിരിക്കണം, ബയോളജിക്കൽ ഒറിജിൻ ആയിട്ടുള്ള ഏത് സാമ്പിളും എടുക്കാം. ആൻഡ് ആ സാമ്പിൾ നമ്മൾ ഒരു സോളിഡ് ഫേസ് മെട്രിക്സിലോട്ട് ആഡ് ചെയ്യുന്നു along with lysis buffer. ഈ ലൈസിസ് ബഫർ നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ടൈപ്പ് ഓഫ് ഇമ്യൂണോപ്രെസിപ്പിറ്റേഷൻ അനുസരിച്ചിരിക്കും ദ ചോയ്സ് ഓഫ് ബഫർ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഫോസ്ഫറ്റൈസ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടിയോലൈസിസും പിന്നെ ഫോസ്ഫോലൈസിസും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈസിസ് ബഫർ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് കീപ് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് -20°C to -80°C. Step 2, isotype control. Isotype control is used to establish the specificity of the signal and the control of non-specific background, and it should be done simultaneously with the immunoprecipitation antibody but in a different tube. Non-specific ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട മിക്സ്ചർ ആൻഡ് ആൻറ്റിബോഡി മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഐസോടൈപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ട്യൂബിലായിരിക്കും ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്. ആൻഡ് സ്റ്റെപ്പ് 3, പ്രീ ക്ലീനിങ് ആണ്. This step is to avoid non-specific binding and thereby avoiding the background signals. This step will help to reduce the background and improve signals to the noise ratio. It is an optional step to improve the signal. ഇത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മിക്സ്ചറിലോട്ട് ആൻറ്റിബോഡി കൊടുക്കുന്ന സമയത്ത് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രീ ക്ലീനിങ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓപ്ഷണൽ സ്റ്റെപ്പ്. പ്രീ ക്ലീനിങ് ഈസ് ഓൾസോ സെയിം ആസ് ദാറ്റ് ഓഫ് ഐസോടൈപ്പ് കൺട്രോൾ. ബേസിക്കലി ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചിട്ട് ആ പ്രൊസീജിയർ ഒന്ന് എന്താ പറയുക ഒരു നല്ല
കണ്ടീഷനിൽ നടക്കാനായിട്ട് സഹായിക്കും ഈ 2 സ്റ്റെപ്സ്. ആൻഡ് സ്റ്റെപ്പ് 4 ആൻറ്റിബോഡി ഇൻക്യുബേഷൻ. ആൻറ്റിബോഡി ഇൻക്യുബേഷൻ, ദ അഡീഷൻ ഓഫ് ഇൻക്യുബേഷൻ ഓഫ് ആൻറ്റിബോഡീസ്. നമ്മളെടുത്ത മിക്സ്ചറിലോട്ട് ആൻറ്റിബോഡീസിനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇൻക്യുബേഷൻ ടൈമും ആൻറ്റിബോഡി കോൺസെൻട്രേഷനുമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ആൻറ്റിബോഡി റിക്വയർഡ് നീഡ് ടു ബി ഫൈൻഡ് ഔട്ട്, ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഒപ്റ്റിമൽ ആൻറ്റിബോഡി ടു ദ പ്രോട്ടീൻ റേഷ്യോ ടു ഹാവ് ബെറ്റർ റിസൾട്ട്സ്. നമ്മൾ എടുക്കുന്ന ആൻറ്റിജൻ അനുസരിച്ചുള്ള കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിബോഡി എടുത്താൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻക്യുബേഷൻ ടൈം, നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇൻക്യുബേഷൻ ടൈം അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ, ഫോർ എക്സാമ്പിൾ 2 hours അല്ലെങ്കിൽ 4 hours ഓവർ നൈറ്റ് ഇങ്ങനെയൊക്കെ ടൈം കീപ്പ് ചെയ്താൽ മാത്രമേ ആ ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ് അവിടെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ആൻഡ് റേഷ്യോ, കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് 1:100, 1:1000. ഇതാണ് നോർമലി ഫോളോ ചെയ്യുന്ന ഒരു ആൻറ്റിബോഡി ആഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു റേഷ്യോ. ആൻഡ് സ്റ്റെപ്പ് 5 precipitation ഓഫ് പ്രോട്ടീൻ ഓർ പ്രോട്ടീൻ കോംപ്ലക്സ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ precipitancy ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിക്സ്ചർ എടുത്തു, അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻറ്റിജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അത് കുറച്ച് സമയം ഇൻക്യുബേറ്റ് ചെയ്തു. ഇനി 5th സ്റ്റെപ്പിൽ നമ്മൾ precipitin, ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ് ആഡ് ചെയ്യണം. പ്രോട്ടീൻസ് A, G or L, അതായത് അഗാരോസ്, സെഫാരോസ് പോലെയുള്ള ബീഡ്സ് ലൈക്ക് പ്രോട്ടീൻസാണ് precipitancy ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് നമുക്ക് വേണ്ട സാധനത്തിന്, പ്രോട്ടീൻസ് ഓർ ആൻറ്റിജൻസ് നമുക്ക് precipitate ചെയ്ത് എടുക്കണം. അതിനെ ഡ്രാഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ മോളിക്യൂൾ, ഇൻസൊല്യൂബിൾ പ്രോട്ടീൻ മോളിക്യൂൾസാണ് precipitancy എന്ന് പറയുന്നത്. നോർമലി അഗാരോസ് അല്ലെങ്കിൽ സെഫാരോസ് ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ആൻറ്റിബോഡി ക്യാൻ ഡയറക്ട്ലി കോൺജുഗേറ്റഡ് ടു ദ ബീഡ്. ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് is that of having lesser non-specific bands, and immunoprecipitation is done by incubating with the antibody and then centrifuging it at 4 dC. ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ള ആ മിക്സ്ചറിലോട്ട് എക്സ്ട്രാ നമ്മൾ precipitancy ആഡ് ചെയ്ത് കൊടുത്തു. അവർ തമ്മിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം അവിടെ അലോ ചെയ്യുന്നു. അപ്പോൾ ഈ ബീഡ്സ് ചെന്ന് ബൈൻഡ് ചെയ്തത് നമ്മൾ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്ത ആൻറ്റിബോഡിയിലാണ് ബീഡ്സ് ചെന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് ദ ബോൺസ് ആർ സ്ട്രോങ്, ആൻഡ് ഈ ബീഡ്സ് ബൈൻഡ് ചെയ്യുന്നതോടുകൂടി ആൻറ്റിബോഡീസിന്, ആൻറ്റിജൻ ബൈൻഡിങ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിന്, അതായത് ഇമ്മ്യൂണോ കോംപ്ലക്സിനെ ഡ്രാഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇവർ ഒരു പെർട്ടിക്കുലർ സ്പീഡ് സ്പെസിഫൈ ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ ഈ precipitin അല്ലെങ്കിൽ precipitation ഓഫ് ദി പ്രോട്ടീൻ ഓർ പ്രോട്ടീൻ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. ആൻഡ് സ്റ്റെപ്പ് 6 is washing. Washing is done to remove the non-specifically bound proteins. വാഷിങ്ങിൽ ബേസിക്കലി ക്ലിയറിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടാത്ത ആൻറ്റിജനുമായിട്ട് ചിലപ്പോൾ ഇൻ കേസ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാകാം ആൻറ്റിബോഡി. സോ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷിംഗ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ലൈസിസ് ബഫർ ഓർ PBS ആണ് യൂസ് ചെയ്യുന്നത്, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ നോൺ സ്പെസിഫിക്കലി ബൗണ്ട് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് സ്റ്റെപ്പ് 7 എല്യൂഷൻ. എല്യൂഷൻ എന്ന് പറയുന്ന വാഷിംഗ് പോലെ തന്നെയുള്ളൊരു സ്റ്റെപ്പാണ് എല്യൂഷൻ. എല്യൂഷൻ ഇപ്പം നമ്മുടെ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ആ സെൻട്രിഫ്യൂജിങ് ട്യൂബിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടല്ലേ, ദാറ്റ് ഈസ് ആൻറ്റിബോഡി ഉണ്ട്, precipitin ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട്, അഗാരോസ് ഓർ സെഫാരോസ് ബീഡ്സ് ഉണ്ട്, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആൻറ്റിജൻസും ഉണ്ട്. സോ ഇത്രയുള്ള അതിലോട്ട് എല്യൂഷൻ ചെയ്യണം. എല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബീഡ്സും ആൻറ്റിബോഡീസും ഒക്കെ റിമൂവ് ആയി നമുക്ക് വേണ്ട ആൻറ്റിജനെ മാത്രം അതിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നു. എല്യൂഷൻ ബഫറായിട്ട് നോർമലി യൂസ് ചെയ്യുന്നത് 2x ലിയാംലി ബഫർ, പിന്നെ ഗ്ലൈസിൻ ഗ്രേഡിയൻറ്റ്, ഇത് രണ്ടുമായിരിക്കും നോർമലി ഇമ്യൂണോപ്രെസിപിറ്റേഷൻ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്നത്. സോ അതാണ് എല്യൂഷൻ. ദെൻ സ്റ്റെപ്പ് 8 എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് ദി precipitate ഓർ പ്രോട്ടീൻ. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ സാധനം നമ്മൾ എന്താണ് എന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള സാധനം തന്നെയാണോ കിട്ടിയത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ്. നമ്മൾ വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. യൂസിങ് SPS പേജ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ജെൽ ബാൻഡ് എക്സിഷൻ ആൻഡ് സീക്വൻസിങ്, മാസ് സ്പെക്ട്രോമെട്രി, പിന്നെ സ്കിൻ ഡിലേഷൻ, അതുപോലെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് വാസ് ദി ഓവറോൾ വ്യൂ ഓഫ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ. ഒരു പ്രോസസ്സാണിത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമുക്കുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു മിക്സ്ചർ ഓഫ് പ്രോട്ടീൻസ് നമ്മൾ എടുക്കുന്നു. അതിലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല നമുക്ക് ഏത് ആൻറ്റിജനെയാണോ നമുക്ക് വേണ്ടത് ആ ആൻറ്റിജനെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസിന് ഡിസൈൻ ചെയ്ത ആൻറ്റിബോഡീസിന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ആഡ് ചെയ്തതിലോട്ട് വീണ്ടും നമ്മൾ precipitancy ആഡ് ചെയ്യുന്നു, ലൈക്ക് ബീഡ്സ്, അഗാരോസ് അല്ലെങ്കിൽ സെഫാരോസ് പോലുള്ള ബീഡ്സ് ലൈക്ക് പ്രോട്ടീൻസ്, ഇൻസൊല്യൂബിൾ പ്രോട്ടീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഫോർ ഹെൽപ്പിംഗ് ദ precipitation പ്രോസസ് കറക്റ്റ്ലി. പിന്നെ അതിലോട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മൂന്നും ചേർന്ന് നമുക്ക് വേണ്ട ആൻറ്റിജനും നമ്മൾ ഡിസൈൻ ചെയ്ത ആൻറ്റിബോഡിയും പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത ആൻറ്റിബോഡിയും പിന്നെ ബീഡ്സും ഓൾ ടുഗെദർ ബോണ്ട് ചെയ്യുന്നു. അവർ ഡ്രാഗ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് precipitation നമ്മുടെ സെൻട്രിഫ്യൂജ് ട്യൂബിൻ്റെ അടിയിലായിട്ട് കാണാം. ആൻഡ് അതിനുശേഷം വാഷിങ്ങും എല്യൂഷനുമാണ്. വാഷിംഗ് എന്ന് പറയുമ്പോൾ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയനെയും നമ്മൾ ആൻറ്റിജൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസിനൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നു. എല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക്
സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആൻറ്റിജനെ മാത്രമായിട്ട് അതിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും റിമൂവ് ചെയ്ത് കളയുന്നു. അതിൽ നമ്മുടെ ഡിസൈൻ ചെയ്ത ആൻറ്റിബോഡീസും പിന്നെ ബീഡ്സും പ്രസിപ്പിറ്റൻസും ഒക്കെ ഉണ്ടാകും. സോ അതിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആൻറ്റിജനെ മാത്രം അതിൽ വയ്ക്കുന്നു. ആൻഡ് ലാസ്റ്റ്ലി ഈ കിട്ടിയ ആൻറ്റിജനെ അനലൈസ് ചെയ്യുന്നു. അത് വെസ്റ്റേൺ ബ്ലോട്ടിങ്, സ്റ്റെയിനിങ് ടെക്നിക്സും മാസ് സ്പെക്ട്രോമെട്രിയും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ സാമ്പിളിനെ അനലൈസ് ചെയ്യുന്നു. ഇത്രയുമാണ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ്റെ ഒരു ഓവറോൾ ഐഡിയ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ടൈപ്സ് ആണ് ഉള്ളത്. ഇൻഡിവിജ്വൽ പ്രോട്ടീൻ ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ IP, and protein complex immunoprecipitation, co-immunoprecipitation and chromatin immunoprecipitation, അതുപോലെ തന്നെ RNP immunoprecipitation. ഇങ്ങനെ ഒരു 4 ടൈപ്പാണ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷനിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ പ്രോട്ടീൻ ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ. Individual protein immunoprecipitation, it involves using an antibody that's specific for a known protein to insoluble that particular protein out of the solution containing many different proteins. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ കളക്ട് ചെയ്തെടുത്ത എന്ത് ഫ്ലൂയിഡ്സും സാമ്പിളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് വേണ്ട പെർട്ടിക്കുലർ പ്രോട്ടീന് നമ്മൾ തന്നെ ആൻറ്റിബോഡി ഡിസൈൻ ചെയ്തിട്ട് അതിന് സ്പെസിഫിക് ഒരു ബൈൻഡിങ് ഒക്കെ കൊണ്ടുവന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇൻഡിവിജ്വൽ പ്രോട്ടീൻ ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ. സെക്കൻഡ് വൺ ഈസ് പ്രോട്ടീൻ കോംപ്ലക്സ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ ഓർ co-immunoprecipitation. It works by selecting an antibody that targets a known protein that believed to be member of larger complex of protein, which is also called protein-protein interaction. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ belongs to a larger complex of proteins. ഒരു പ്രോട്ടീൻ കോംപ്ലക്സിൻ്റെ വലിയ പ്രോട്ടീൻ കോംപ്ലക്സിൻ്റെ മെമ്പർ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോട്ടീൻ. സോ നമ്മൾ ആഡ് ചെയ്യുന്നതും ഒരു പ്രോട്ടീൻ തന്നെയായിരിക്കും ആൻറ്റിബോഡി, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യുന്ന ആൻറ്റിബോഡി. സോ ഇവിടെ നടക്കുന്നത് ഒരു പ്രോട്ടീൻ ഇൻറ്ററാക്ഷൻ ആണ്. ഇത്രയുള്ളൂ. ടാർഗറ്റ് ചെയ്യുന്ന ആ സാമ്പിളിലെ ആൻറ്റിജൻ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നൊരു ഇറ്റ് ബിലോങ് ടു എ മെമ്പർ ഓഫ് ലാർജർ കോംപ്ലക്സ് ഓഫ് പ്രോട്ടീൻസ്. മെയിൻ പർപ്പസ് ഓഫ് IP എന്ന് പറയുന്നത് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻട്രാക്ഷൻ പാർട്ട്നേഴ്സ് വിത്ത് പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ്, ലൈക്ക് ലിഗാൻസുമായിട്ടുള്ള പ്രോട്ടീൻസുമായിട്ടുള്ള കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് co-immunoprecipitation യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് chromatin immunoprecipitation, CHIP എന്ന് പറയും. CHIP is basically used to determine the location of DNA binding site on a genome for a particular protein of interest. ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റിൽ DNA ജീനോമിൽ ഏത് സ്ഥലത്താണ് ഒരു പ്രോട്ടീൻ നമ്മൾ എടുക്കേണ്ട ആ പ്രോട്ടീൻ ഏത് സ്ഥലത്താണ് പോയി ബൈൻഡ് ചെയ്യുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് chromatin immunoprecipitation യൂസ് ചെയ്യുന്നത്. And this technique gives a picture of protein DNA interaction that occur inside the nucleus of living cell or tissue. And fourth one എന്ന് പറയുന്നത് RNP immunoprecipitation or RNPS. Living cells are first lysed and then targeted proteins and associated RNA are immunoprecipitated using an antibody targeting the protein of interest. ഇവിടെ മറ്റൊരു DNA ആണെങ്കിൽ ഇവിടെ RNA ആണ് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത്. അതിൽ ഏത് പ്രോട്ടീൻ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള പ്രോട്ടീൻ RNA എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു, RNA ബൈൻഡിങ് പ്രോട്ടീൻസിനെയാണ് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. സോ chromatin immunoprecipitation DNA ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഇവിടെ RNA ബൈൻഡിങ് പ്രോട്ടീൻസിനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ അതുവഴി RNA ബൈൻഡിങ് പ്രോട്ടീൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ. 4 ടൈപ്പാണുള്ളത്. ഇൻഡിവിജ്വൽ പ്രോട്ടീൻ ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ, പ്രോട്ടീൻ കോംപ്ലക്സ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ, chromatin immunoprecipitation ആൻഡ് ലാസ്റ്റ് വൺ ഈസ് RNP immunoprecipitation. ഇനി എങ്ങനെയൊക്കെയാണ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ ചെയ്യുന്നത്? സോ മെത്തേഡ്സ് ഓഫ് ഇമ്മ്യൂണോപ്രസിപ്പിറ്റേഷൻ ആണ്. ഇവിടെ 2 മെത്തേഡാണുള്ളത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി അപ്രോച്ചാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ആ സാമ്പിളിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആൻറ്റിബോഡി ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യും. ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യും. സോ അതിനുശേഷമാണ് ഈ ആൻറ്റിബോഡി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് ദാറ്റ് ആർ സ്പെസിഫിക് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ ആർ ഇമ്മൊബിലൈസ്ഡ് ഓൺ എ സോളിഡ് ഫേസ് സബ്സ്ട്രേറ്റ് സച്ച് ആസ് സൂപ്പർ പാരാമാഗ്നറ്റിക് മൈക്രോ ബീഡ്സ് ഓർ മൈക്രോസ്കോപ്പിക് അഗാരോസ് ബീഡ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബീഡ്സ്, അഗാരോസ് ബീഡ്സോ അല്ലെങ്കിൽ മൈക്രോ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇമ്മൊബിലൈസേഷൻ ചെയ്യുന്നത്. സോ ദ ബീഡ്സ് വിത്ത് ബൗണ്ട് ആൻറ്റിബോഡീസ് ആർ then added to the protein mixture and the proteins that are targeted by the antibodies are captured into the beads via the antibody. In other words, they become immunoprecipitated, and this method is preferred when the target protein is abundant. Also in this method less primary antibody is required. അതായത് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ആൻറ്റിബോഡിനെ ഇമ്മൊബിലൈസ് ചെയ്യും യൂസിങ് അഗാരോസ് ബീഡ്സ് അല്ലെങ്കിൽ മൈക്രോ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം മാത്രമാണ് ആൻറ്റിബോഡീസിനെ സാമ്പിളിലോട്ട് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് പ്രോട്ടീൻസിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ ഈ ബൈൻഡ് ചെയ്തിട്ടുള്ള ബീഡ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസ് ഈ നമുക്ക് വേണ്ട നമ്മുടെ ഇൻട്രസ്റ്റ് ഓഫ് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇത് ഡയറക്റ്റ് മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമ്പിൾ പ്രോട്ടീൻ ടാർഗറ്റ് അബണ്ടൻ്റ് ആയിരിക്കുന്ന സമയത്ത്
അതുപോലെ തന്നെ ലെസ് പ്രൈമറി ആൻറ്റിബോഡി വേണ്ട സ്ഥലങ്ങളിൽ ഒക്കെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഫ്രീ ആൻറ്റിബോഡി അപ്രോച്ചാണ്. ഫ്രീ ആൻറ്റിബോഡി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നേരത്തെ ഇമ്മൊബിലൈസേഷൻ എന്നൊരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി വന്നു. പക്ഷേ ഇവിടെ ഇമ്മൊബിലൈസേഷൻ ഒന്നുമില്ല. ആൻറ്റിബോഡീസ് ദാറ്റ് ആർ സ്പെസിഫിക് ഫോർ എ പർട്ടിക്കുലർ പ്രോട്ടീൻ ഓർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആർ ആഡഡ് ഡയറക്ട്ലി ടു ദ മിക്സ്ചർ ഓഫ് പ്രോട്ടീൻ. ആൻറ്റിബോഡിനെ ഡയറക്റ്റായിട്ട് നമ്മൾ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ആൻറ്റിബോഡീസ് ഹാവ് നോട്ട് ബീൻ അറ്റാച്ച്ഡ് ടു ദ സോളിഡ് ഫേസ് സപ്പോർട്ട്. ഇവിടെ സപ്പോർട്ടിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. ആൻഡ് ദ ആൻറ്റിബോഡീസ് ആർ ഫ്രീ ടു ഫ്ലോട്ട് around the protein mixture and bind their targets. As time passes, beads coated in protein A or G, അതായത് അഗാരോസ് ബീഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആർ ആഡഡ് ടു ദ മിക്സ്ചർ ഓഫ് ആൻറ്റിബോഡി ആൻഡ് പ്രോട്ടീൻ. അതായത് നമ്മൾ ഇമ്മൊബിലൈസേഷൻ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ആൻറ്റിബോഡിനെ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് അതിനോടൊപ്പം തന്നെ പ്രസിപ്പിറ്റൻ ഏജൻസ് ആയിട്ടുള്ള ആൻഡ് അഗാരോസ് ബീഡ്സ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിൻറ്റ് ദ ആൻറ്റിബോഡീസ് വിച്ച് ആർ നൗ ബോണ്ട് ടു ദെയർ ടാർഗറ്റ് വിൽ സ്റ്റിക്ക് ഓൺ ദി ബീഡ്സ്. ഇത് നോർമലായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിബോഡി നമ്മുടെ ടാർഗറ്റ് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തു അലോങ് വിത്ത് ബീഡ്സ്. ആൻഡ് അതുവഴി ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻറ്റിബോഡീസ് ഹാസ് പോർ അഫിനിറ്റി ഫോർ ടാർഗറ്റ്സ് ആൻഡ് ഓൾസോ നമ്മുടെ ടാർഗറ്റ് പ്രോട്ടീൻ ലെസ് അബണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ മെത്തേഡ്സ് ഇൻ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചെയ്യുന്നു. ആൻഡ് ഇനി ഇമ്യൂണോപ്രെസിപിറ്റേഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് യൂസ് ടു എസ്റ്റിമേറ്റ് ദ മോളിക്യുലർ വെയ്റ്റ്, ഐഡൻറ്റിറ്റി ഓർ ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ്റെ മോളിക്യുലർ വെയ്റ്റ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഇതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ യൂസ് ചെയ്യാം. ആൻഡ് സ്റ്റഡി പ്രോട്ടീൻ ഇൻറ്ററാക്ഷൻ, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ആൻഡ് അനലൈസ് ദ എക്സ്പ്രഷൻ ലെവൽ ഓഫ് പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്റ്റഡിയിങ് ക്യാൻസർ ഡെവലപ്മെൻറ്റ്, സെൽ സിഗ്നലിംഗ് പാത്വേ ആൻഡ് ഡിസീസസ് ടു ഡിറ്റർമൈൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് ആൻഡ് വെരിഫൈ പ്രോട്ടീൻ എക്സ്പ്രഷൻ ഇൻ സ്പെസിഫിക് ടിഷ്യൂ ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് ലോ അബണ്ടൻറ്റ് പ്രോട്ടീൻസ്. ഇത് കൂടാണ്ട് തന്നെ നമ്മൾ പറഞ്ഞു DNA എവിടെയാണ് ആൻറ്റിബോഡി അല്ലെങ്കിൽ എവിടെയാണ് ഒരു പ്രോട്ടീൻ പോയി ബൈൻഡ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. അത് എസ്പെഷ്യലി ഫോർ ഡിസീസ് അല്ലെങ്കിൽ പത്തോജനിക് കണ്ടീഷനിൽ DNA ആയിട്ട് കോൺജനൈറ്റൽ ആയിട്ട് വരുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നതാണ് DNA RNA തമ്മിലുള്ള പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ഒക്കെ. സോ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ. നമ്മളൊരു ഓവറോൾ ഐഡിയ ഫോർ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ ഓർ IP അത് പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ഓവറോൾ ഐഡിയ പറഞ്ഞു. പിന്നെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ, ഒരു ഓവറോൾ സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ്, നമ്മൾ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നൊക്കെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ടൈപ്സ് ഓഫ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ ആണ്. 4 ടൈപ്പാണുള്ളത്: ഇൻഡിവിജ്വൽ പ്രോട്ടീൻ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ ആൻഡ് പ്രോട്ടീൻ കോംപ്ലക്സ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ, ക്രൊമാറ്റിൻ ഇമ്യൂണോപ്രെസിപിറ്റേഷൻ, അതുപോലെ തന്നെ RNP ഇമ്യൂണോപ്രെസിപിറ്റേഷൻ. അതിനുശേഷം പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ ആണ്. ഡയറക്റ്റ് മെത്തേഡ് 2 രീതിയിൽ ചെയ്യാം, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചെയ്യാം. സോ മെത്തേഡ്സ് ഓഫ് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്, 2 ഡിഫറെൻറ്റ് അപ്രോച്ചസ്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇമ്യൂണോപ്രെസിപിറ്റേഷൻ. താങ്ക് യു.